നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സദ്യ സ്പെഷ്യൽ പച്ചടി ആയിട്ടാണ്. ഈ പച്ചടി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പപ്പായ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം എങ്ങനെയാണ് ഈ പപ്പായ പച്ചടി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മളിതാ ഈ ഒരു പപ്പായയുടെ പകുതി ഭാഗമാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം പച്ചടിക്ക് കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്താൽ മതി. നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് വേവിച്ചെടുക്കണം. ഞാനൊരു മൺചട്ടിയിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം അത് ഒന്ന് നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചെറുതീയിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഒന്ന് അടച്ചു വെക്കാം. പപ്പായ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മളൊരു അരപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് പച്ചടിക്ക് ആവശ്യം കടുകാണ്. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി ഇപ്പം നമ്മൾ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ ചില ആൾക്കാർ ജീരകം ചേർക്കാറുണ്ട്. അങ്ങനെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് പുളിയുള്ള തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ തേങ്ങ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പപ്പായൊക്കെ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങയും അതുപോലെ തന്നെ തൈരും എല്ലാം ചേർത്തിട്ട് അത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തൈര് ഇനിയും ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ തൈരും ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി നമ്മൾ താളിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ 2 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം എന്തായാലും പച്ചടി ഇവിടെ റെഡിയായി. പപ്പായ കൊണ്ടുള്ള പച്ചടിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.